മോഡേൺ ആർക്കിടെക്ചറിന്റെ നിരവധി സൗന്ദര്യ ചിഹ്നങ്ങളുമായി ഒരു വില്ല. എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കരയ്ക്ക് സമീപം തിരുവാങ്കുളത്താണ് ഈ വീട്. ഇരുനിലയായി നിർമ്മിച്ച സുന്ദരമായൊരു സൗധം, പല സ്റ്റെപ്പുകളായി രൂപകൽപ്പന ചെയ്ത സ്ലോപ്പിംഗ് റൂഫ്, അതിനഴക് പകരുന്ന ആന്റിക് ഗ്രീൻ കളറിലുള്ള മോണിയർ ടൈൽസ്, പാരപ്പറ്റ് വർക്കോട് കൂടിയ നീണ്ട ബാൽക്കണി, ആർച്ച് ഷേപ്പിലുള്ള ജനാലകൾ, ആർച്ച് വാതിൽ, നീണ്ട മുൻവരാന്ത. ഇങ്ങനെ ആദ്യ ദർശനത്തിൽ തന്നെ നമ്മെ ആകർഷിക്കുന്ന വിധത്തിലുള്ള എക്സ്റ്റീരിയർ ഫീച്ചറുകളോട് കൂടിയ ഒരു വീടാണിത്. മനോഹരമാണ് ഈ വീടിന്റെ ഉൾമുറികളും. സിറ്റ് ഔട്ടായി പ്രയോജനപ്പെടുത്താവുന്ന നീണ്ട മുൻവരാന്ത, അവിടെ നിന്ന് പ്രവേശിക്കാവുന്ന വിധത്തിൽ നീണ്ട ഒരു ഫോയർ, ഫോയറിന്റെ വലതോരത്തായി യു ഷേപ്പിൽ ഫർണിഷിംഗ് ഒരുക്കിയ ഈ ലിവിംഗ് ഏരിയ, ഫോയറിന്റെ അപ്പുറത്തായി ഓപ്പൺ സ്റ്റൈലിലുള്ള ഈ ഡൈനിങ് ഏരിയ, ലിവിംഗ് ഏരിയയ്ക്കും ഡൈനിങ് ഏരിയയ്ക്കും സമീപത്തായി ഒരുക്കിയ ഈ നടുമുറ്റം, ഡൈനിങ് ഏരിയയ്ക്ക് അപ്പുറത്തായി ഒരുക്കിയ ഈ പാൻട്രി കം ഫാമിലി ഡൈനിങ് ഏരിയ, അതിനരികിലായി തന്നെ ഈ മോഡ്യുലർ കിച്ചൺ, വർക്കിംഗ് കിച്ചൺ, സ്റ്റോർ റൂം തുടങ്ങിയ സൗകര്യങ്ങൾ. പിന്നെ ഈ മാസ്റ്റർ ബെഡ്റൂമും ഈ പാരന്റ്സ് ബെഡ്റൂമും. ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ വീട്ടിലുള്ള സൗകര്യങ്ങൾ ഇത്രയുമാണ്. സ്റ്റെയർകേസ് കയറി മുകളിലെത്തുമ്പോൾ അപ്പർ ലിവിംഗ് ഏരിയയ്ക്കായി ഡിസൈൻ ചെയ്ത ഈ ഇടമാണ്. പിന്നെ ഈ കിഡ്സ് ബെഡ്റൂം, ഈ ഗസ്റ്റ് ബെഡ്റൂം, വീടിന്റെ മുൻഭാഗം മുഴുക്കെ നീണ്ടു കിടക്കുന്ന ഈ ഫ്രണ്ട് സൈഡ് ബാൽക്കണി തുടങ്ങിയ സൗകര്യങ്ങളും. ഇങ്ങനെ വലിയൊരു ഫാമിലിക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഈ വീടിന്. ഇതെല്ലാം ഒരുക്കിയതാവട്ടെ 2700 സ്ക്വയർ ഫീറ്റിലും, ഇത് നിർമ്മിച്ചതാവട്ടെ 10 സെന്റ് വലിപ്പമുള്ളൊരു പ്ലോട്ടിലും. ഇന്റീരിയർ ഫർണിഷിംഗ് ഒഴികെയുള്ള എല്ലാ ഫിനിഷിംഗ് ജോലികളും 40 ലക്ഷത്തോളം രൂപയ്ക്ക് പൂർത്തിയാക്കാവുന്ന ഒരു വീട് കൂടിയാണിത്. സിംഗപ്പൂരിൽ സീനിയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ശ്രീ രാജീവ് വർഗീസിന്റേതാണ് ഈ വീട്. ഭാര്യ മെജോയും മകൾ സെബയും ഉൾപ്പെടുന്നതാണ് രാജീവ് വർഗീസിന്റെ കുടുംബം. ഇവർക്കായി ഈ വീടിന്റെ രൂപകൽപ്പന ഒരുക്കിയതാവട്ടെ കൊച്ചിയിലെ പ്രമുഖ ആർക്കിടെക്ട് സ്നേഹ തോമസും. കരിയറിന്റെ തുടക്കത്തിൽ കുറച്ചുകാലം സിംഗപ്പൂരിൽ ആർക്കിടെക്റ്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സ്നേഹ തോമസ്. അക്കാലത്ത് അവിടെ വെച്ച് ശ്രീമതി മെജോ രാജീവുമായി സ്നേഹ തോമസ് പരിചയത്തിലായിരുന്നു. ആ പരിചയമാണ് ഈ വീടിന്റെ ഡിസൈനിനായി സ്നേഹയെ സമീപിക്കുവാൻ മെജോയെയും രാജീവിനെയും പ്രേരിപ്പിച്ചത്. സ്നേഹയെ ഞങ്ങൾ സിംഗപ്പൂർ വെച്ച് പരിചയമുണ്ടായിരുന്നു. നമ്മൾ നാട്ടിൽ വന്ന ഒരു വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് സ്നേഹ കൊച്ചിയിൽ പ്രാക്ടീസ് തുടങ്ങിയെന്നറിഞ്ഞ് അവിടെ പോയി സ്നേഹയെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ റിക്വയർമെൻറ്റ് ഒരു കോർട്ട്യാർഡ് വേണം, ഒരു സെപ്പറേറ്റ് ലിവിങ് വേണം, പാൻട്രി വേണം, എന്നാൽ കയറി വരുമ്പോൾ നല്ലൊരു ഓപ്പൺ ഫീലിംഗ് വേണം, ഇതൊക്കെയായിരുന്നു. പിന്നെ എക്സ്റ്റീരിയർ ആണെങ്കിലും വളരെ ഒരു ഡിഫറെൻറ്റ് ലുക്ക് വേണം എന്നുണ്ടായിരുന്നു. അത് ഈ റിക്വയർമെൻ്റ് എല്ലാം വളരെ ഭംഗിയായിട്ട് സ്നേഹ ചെയ്ത് തന്നിട്ടുണ്ട്. ഏറെക്കാലം സിംഗപ്പൂരിലായതിനാൽ ഒരു മോഡേൺ സ്റ്റൈൽ വില്ല എന്നൊരു കോൺസെപ്റ്റ് രാജീവിനും മെജോയ്ക്കും ഉണ്ടായിരുന്നു. ആ സങ്കല്പത്തിനിണങ്ങിയ വിധത്തിൽ തന്നെയാണ് ആർക്കിടെക്ട് സ്നേഹ തോമസ് ഈ വീടിന്റെ ഡിസൈൻ ഒരുക്കിയത്. ഇരുനിലയുടെ തലയെടുപ്പുള്ള പുറംഭാഗ നിർമ്മിതി, കോമ്പൗണ്ട് വാൾ, ഗേറ്റ്, തീർത്തും ധവളവർണ്ണമാർന്ന പുറം ഭിത്തികൾ, സ്ലോപ്പിംഗ് റൂഫ് പാറ്റേൺ, അതിൽ പതിപ്പിച്ച ആന്റിക് ഗ്രീൻ കളറിലുള്ള മോണിയർ ടൈൽസ്, എല്ലാം ചേർന്ന് ഏറെ സുന്ദരമായൊരു വില്ല. ഇതിൻ്റെ എലിവേഷൻ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ പല കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട്. മെജോയ്ക്ക് വളരെ നിർബന്ധമായിരുന്നു വളരെ ആകർഷകമായ ഒരു എക്സ്റ്റീരിയർ വേണമെന്നുള്ളത്. അതുകൊണ്ട് അതിനനുസരിച്ചിട്ടാണ് എല്ലാം ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഫുൾ വൈറ്റ് കളേർഡ് ആയിട്ടുള്ള വാൾസും അതിനോടൊപ്പം തന്നെ മോണിയറിൻ്റെ ആൻറ്റിക് ഗ്രീൻ റൂഫിംഗ് ടൈലുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഈ സറൗണ്ടിങ്സിൽ നിന്ന് ഈ വീടിനെ വളരെയധികം മുന്നോട്ട് നിർത്തി കാണിക്കുന്നുണ്ട്. എക്സ്റ്റീരിയർ നമ്മൾ ഡിസൈൻ ചെയ്തപ്പം ഒരു സ്റ്റെപ്പിംഗ് അപ്പ് റൂഫിംഗ് പ്രൊഫൈലാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. കാണുന്ന ഭാഗത്തെല്ലാം നമ്മൾ സ്ലോപ്പിംഗ് റൂഫ് കൊടുത്തു. ബട്ട് ഒരു മൊണോട്ടണി ഉണ്ടാകാതിരിക്കാനായിട്ട് വി ഹാവ് ഗിവൺ പ്രൊജക്ഷൻസ് ഇൻ ദ ബാൽക്കണി, ഇൻ ദ പോർച്ച്, വരാന്തയാണെങ്കിലും ത്രൂ ഔട്ട് ഒരു സ്റ്റെപ്പിംഗ് അപ്പ് പാറ്റേൺ ഓഫ് പാരപ്പറ്റും നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്. ആകർഷകമായ കോമ്പൗണ്ട് വാളിനകത്താണ് ഈ വില്ല. ഒരു കാർ ഗേറ്റും ഒരു വിക്കറ്റ് ഗേറ്റും കൂടി നൽകിയാണ്
കോമ്പൗണ്ട് വാൾ ഒരുക്കിയത്. ഗേറ്റ് കടന്നാൽ വിശാലമായ മുറ്റമാണ്. കരിങ്കൽ പാളികൾ ലേ ചെയ്ത വലിയ മുറ്റം. കാർ ഗേറ്റിന് നേരെ തന്നെ വീടിന്റെ ഒരു വശം ചേർന്ന് കാർപോർച്ച് കൂടി നൽകിയിരിക്കുന്നു. നീണ്ട മുൻവരാന്ത കൂടി നൽകിയുള്ള ഡിസൈനാണ് ഈ വീടിൻ്റേത്. വരാന്തയ്ക്ക് സമാന്തരമായി പടിക്കെട്ടുകളും നൽകിയിട്ടുണ്ട്. വേണമെങ്കിൽ സിറ്റ് ഔട്ടായി ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് വരാന്തയുടെ നിർമ്മാണം. ആർച്ച് ഷേപ്പിലുള്ള ജനാലയും വാതിലുമാണ് മുൻഭാഗത്ത്. ഇരുപാളിയിൽ തീർത്ത കൊത്തുപണികളോട് കൂടിയ കതകുകൾ. ഈ എൻട്രി ഡോർ തുറക്കുന്നതാവട്ടെ നീണ്ട ഒരു ഫോയറിലേക്കാണ്. ഫോയർ നീളുന്നത് വിശാലമായ ഉൾമുറിയിലേക്ക്. ഈ ഉൾത്തളത്തിൽ എൻട്രി ഫോയറിന്റെ തൊട്ട് വലതുഭാഗത്തായി അല്പം ലെവൽ ഡിഫറൻസ് ആയാണ് ഫോമൽ ലിവിംഗ്. സാധാരണ ഒരു വീട്ടിൽ നമ്മൾ കയറുമ്പോൾ ലിവിങ് റൂമിലൂടെയാണ് നമ്മൾ ബാക്കി സ്ഥലങ്ങളിലേക്ക് കയറുന്നത്. പക്ഷേ ഈ പെർട്ടിക്കുലർ വീട്ടിൽ ക്ലയൻറ്റ് വാസ് വെരി എംഫാറ്റിക് ദാറ്റ് അവർക്കൊരു സെപ്പറേറ്റ് ലിവിങ് റൂം വേണം എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഫോയർ സ്പേസിൽ വന്നിട്ട് അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടായിരുന്നു ലിവിങ് റൂം നൽകിയിരുന്നത്. ഒരു സ്റ്റെപ്പ് ഡൗൺ ഉണ്ട്. അതുപോലെ തന്നെ യു ഷേപ്പിലുള്ള കസ്റ്റം മെയ്ഡ് ഫേർണിച്ചറും ഇട്ടിട്ടുണ്ട്. സൈഡിലായിട്ട് ക്യൂരിയോസി വെക്കാനുള്ള സ്റ്റാൻഡുമുണ്ട്. ഫോയറിൽ നിന്ന് മാറി സെപ്പറേറ്റ് ഒരു റൂം പോലെ തന്നെ രൂപകൽപ്പന ചെയ്തതിനാൽ ഈ ലിവിംഗ് ഏരിയയിൽ ഒട്ടും ക്രോസ് പാസിംഗ് വരുന്നില്ല. യു ഷേപ്പിൽ വിന്യസിച്ച ഈ സോഫ സെറ്റുകൾ 9ഓളം ഗസ്റ്റുകൾക്കുള്ള ഇരിപ്പിട സൗകര്യമൊരുക്കുന്നു. ലിവിംഗ് ഏരിയയുടെ തൊട്ടരികിലായി ഒരു കോർട്ട്യാർഡാണ് ഇവിടെ. നാച്ചുറൽ പെബിൾസ് നിറച്ച കുഴി അങ്കണം. അരികിലായി ഇൻഡോർ പ്ലാന്റ്സ്, സ്റ്റോൺ ക്ലാഡിങ്ങോട് കൂടിയ സൈഡ് വാൾ. ഇങ്ങനെ ആകർഷകമായാണ് കോർട്ട്യാർഡിന്റെ നിർമ്മാണം. 1, we have ventilation. 2, we have natural light coming from rooftop. സാധാരണ നമ്മളൊരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ എല്ലാ റൂംസിനും ക്രോസ് വെന്റിലേഷൻ കൊടുക്കും. ഇവിടെയും ഞാനും അത് കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂംസിലും അറ്റ്ലീസ്റ്റ് 2 സൈഡിലേക്ക് ജനല കൊടുത്തിട്ടുണ്ട്. ബട്ട് അത് തുറന്നിടുക എന്നുള്ളത് വളരെ അസാധാരണമായ കാര്യമാണ്. അതുകൊണ്ട് ഈ കോർട്ട്യാർഡിൽ നമ്മൾ മേളിൽ പെർഗോള കൊടുത്തിട്ട് സൈഡിൽ എയർ വെൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഓൾവേസ് ഇവിടെ ഒരു 24 hour എയർ സർക്കുലേഷൻ ഉണ്ടാകും. അത് ഈ വീടിനകത്തെ ചൂട് കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. മുകളിൽ ഓപ്പൺ സ്റ്റൈൽ പെർഗോള പാറ്റേൺ ഡിസൈനാണ്. ധാരാളം നാച്ചുറൽ ലൈറ്റ് കടന്നു വരുവാൻ ഈ ഡിസൈൻ സഹായകമാണ്. കോർട്ട്യാർഡിന്റെ തൊട്ടിപ്പുറത്താണ് ഫോമൽ ഡൈനിങ് ഏരിയ. കോമ്പാക്ട് ഫർണിഷിംഗ് ബട്ട് വെരി അട്രാക്റ്റീവ്. ഓപ്പൺ സ്റ്റൈൽ ഡിസൈനാണ് ഡൈനിങ്ങിന്. ഫോമൽ ലിവിംഗിൽ നിന്ന് കൂടി വ്യൂ കിട്ടുന്ന വിധത്തിലാണ് സ്ഥാനം. ഇവിടെ നമ്മളൊരു സ്ലൈറ്റ്ലി ഓപ്പൺ ഡൈനിങ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് റൂമിൽ നിന്നൊരു പാർഷ്യൽ വ്യൂ ഇങ്ങോട്ടുണ്ട്. അതിന് സാധാരണ നമ്മളൊരു വീട്ടിൽ എപ്പോഴും ക്ലയൻസ് പറയും ഡൈനിങ് ഏരിയ പ്രൈവസി എൻഷ്യൂർഡ് ആയിരിക്കണമെന്ന്. ഇവിടെയും നമ്മളത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് ഗിവൺ ഒരു പാൻട്രി ഏരിയ ഉണ്ട് ഇവിടെ. അവിടെ ഫാമിലി ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വാൾ ഉള്ളത് കൊണ്ട് ലിവിംഗ് റൂമിൽ നിന്ന് ഒട്ടും ഇങ്ങോട്ട് കാഴ്ചയുണ്ടാവില്ല. ഇതാണ് ഫാമിലി ഡൈനിങ് കം പാൻട്രി ഏരിയ. ഈ ഡൈനിങ് ഏരിയയ്ക്ക് നല്ല പ്രൈവസിയുമുണ്ട്. ഈ പാൻട്രി ഏരിയയുടെ തൊട്ടപ്പുറം പ്രത്യേക മുറിയായാണ് കിച്ചൺ ഒരുക്കിയിരിക്കുന്നത്. യു ഷേപ്പിൽ കൗണ്ടർ ടോപ്പ് നൽകിയാണ് കിച്ചൺ ഡിസൈൻ ചെയ്തത്. എക്സ്റ്റീരിയറിൽ കാണുന്ന ഈ ആർച്ച് വിൻഡോ കിച്ചൻ്റേതാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവിടെയുള്ളത് 2 കിടപ്പറകളാണ്. അതിലൊന്ന് ഇതാണ്. തെക്ക് പടിഞ്ഞാറ് കോണിലായി ആകർഷകമായാണ് നിർമ്മാണം. സ്പേഷ്യസ് ആയ ഡ്രസ്സിംഗ് ഏരിയ, ബാത്റൂം എന്നിവയും ഈ കിടപ്പറയുടെ ഭാഗം തന്നെ. താഴെ മുകളിലുമായി 2 ബെഡ്റൂം വീതം ഉള്ള ഒരു 4 ബെഡ്റൂം വീടാണിത്. ഈ കോർണർ സൗത്ത് വെസ്റ്റ് ആണ്. വാസ്തു പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇവിടെ മാസ്റ്റർ ബെഡ്റൂം ആണ് വരേണ്ടത്. നമ്മളിവിടെ ടോയ്ലറ്റ് കോർണറിൽ അവോയ്ഡ് ചെയ്ത് അകത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രീൻ തീമാണ് ഈ റൂമിന് നൽകിയിരിക്കുന്നത്. ഒരു ആംപിൾ സ്പേസ് ഉള്ള ഡ്രസ്സിംഗ് റൂമും ഉണ്ട്. വളരെ നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമും ഉണ്ട് ഇവിടെ. വളരെ കുറച്ച് സ്പേസ് മാത്രം നൽകിയാണ് ഇവിടുത്തെ സ്റ്റെയർകേസിന്റെ രൂപകൽപ്പന. മിഡ് ലാൻഡിംഗ് ഏരിയ കൂടി നൽകിയാണ് നിർമ്മാണം. ഇത് കയറിയെത്തുന്ന ഈ ഇടം ഒരു അപ്പർ ലിവിംഗ് ഏരിയയായി ഫർണിഷ് ചെയ്യുവാൻ പാകത്തിലാണ് ഒരുക്കിയത്. ഈ അപ്പർ ലിവിംഗിന്റെ ഒരു ഭാഗത്തു നിന്ന് എൻട്രി നൽകി ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ്. ബാക്ക് ടെറസ് ഏരിയ അതാണ് ഇത്. ഈ ഡോറിനപ്പുറത്താവട്ടെ ഗസ്റ്റ് ബെഡ്റൂമാണ്. ഇതാണ്
ഗസ്റ്റ് ബെഡ്റൂം. മുകൾ നിലയിലെ ഈ റൂഫിന് താഴെയാണ് ഈ ഗസ്റ്റ് ബെഡ്റൂം. മുകൾ നിലയിലെ അടുത്ത കിടപ്പറ ഈ കിഡ്സ് ബെഡ്റൂമാണ്. രാജീവ് മെജോ ദമ്പതികളുടെ ഏക മകൾ സെബയുടെ സ്റ്റഡി കം ബെഡ്റൂം, ബുക്ക് അലമാര, സ്റ്റഡി ടേബിൾ, ഡ്രസ്സിംഗ് ഏരിയ, ബാത്റൂം, ഒരു ബേ വിൻഡോ എന്നിവയൊക്കെ നൽകിയാണ് നിർമ്മാണം. പ്രത്യേക കളർ പാറ്റേണും നൽകിയിട്ടുണ്ട്. I like to spend my free time reading. അതുകൊണ്ട് തന്നെ as per my requirements, Snehandi designed my room like this. There is a projected window over here with a seating. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്. റീച്ച് ചെയ്യാനാണെങ്കിലും ഔട്ട്സൈഡ് സീനറി കാണാനാണെങ്കിലും. Even my room color, it is pink in color. It is also as per my requirement that I like the color pink a lot. എക്സ്റ്റീരിയർ ഡിസൈനിൽ ദൃശ്യമാകുന്ന ഈ ബാൽക്കണി ഏരിയയാണ് ഇവിടുത്തെ അടുത്ത സൗകര്യം. നീണ്ട ബാൽക്കണി. ഒരു സ്റ്റഡി ഏരിയ എന്ന നിലയിൽ ഇതിനൊരു യൂട്ടിലിറ്റി കൂടിയുണ്ട്. ഈ വീടിന്റെ രൂപകൽപ്പനയിൽ വെസ്റ്റേൺ ആർക്കിടെക്ചറിന്റെ സ്വാധീനമുണ്ട്. എങ്കിലും മുറികളുടെ പൊസിഷനും അളവുകളും തീർത്തും കേരളീയ വാസ്തു അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും ഇവിടെ. വാസ്തു പ്രിൻസിപ്പിൾസ് അനുസരിച്ചാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കിച്ചൺ നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കിണറും അതിനടുത്തായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സൗത്ത് വെസ്റ്റ് കോർണറിലാണ് മാസ്റ്റർ ബെഡ്റൂം വെച്ചിരിക്കുന്നത്. ഓൾസോ എല്ലാ കോർണേഴ്സിലും നമ്മൾ ടോയ്ലറ്റ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ കണക്കുകളും മാസ്റ്റർ ബെഡ്റൂമും ഡൈനിങ് റൂമും നമ്മൾ 23 കോല് 16 വിരൽ എന്ന കണക്കും ബാക്കി എല്ലാ റൂംസും 20 കോല് 8 വിരൽ എന്ന കണക്കുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ നിർമ്മാണ വേളയിൽ വീട്ടുടമസ്ഥനായ രാജീവ് വർഗീസ് മുഴുവൻ സമയവും സിംഗപ്പൂരിലായിരുന്നു. അതിനാൽ വീട്ടുകാരിയായ മെജോയും ആർക്കിടെക്ട് സ്നേഹയുമായിരുന്നു ഇതിന്റെ സൂപ്പർവിഷൻ നടത്തിയത്. അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു വീട് കൂടിയാണിത്. 10 സെന്റ് പ്ലോട്ടിൽ 2700 സ്ക്വയർ ഫുട്ട് വിസ്തൃതിയിൽ ഒരു 4 ബെഡ് വില്ല, അതും ട്രഡീഷണൽ വാസ്തു അനുസരിച്ച് നിർമ്മിച്ച ഒരു മോഡേൺ വില്ല. 40 ലക്ഷത്തോളം നിർമ്മാണ ചെലവ് വരാവുന്ന ഒരു വീട് എന്ന നിലയിൽ ഇതൊരു നല്ല ഗൃഹനിർമ്മിതിയുമാണ്. മിഡിൽ ക്ലാസിനും അപ്പർ ക്ലാസിനും മാതൃകയാക്കാവുന്ന ഒരു വീട്.